ഹായ് ഓൾ, വെൽക്കം ടു കേസസ് കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. മൈസൂരിലേക്കൊരു യാത്ര പോയാലോ? എത്ര മനോഹരമാണ് കാണാനായിട്ട് അല്ലേ? മൈസൂർ പോകുന്ന വഴിയോ ബത്തേരി കടന്ന് പിന്നെ മുത്തങ്ങ, ബന്ദിപ്പൂര്, വനത്തോട് ഉള്ള യാത്ര അത്ര രസമാണ്. മാൻകൂട്ടവും കാട്ടുപോത്തുകളും ആനകളും ഒക്കെ കണ്ട് അങ്ങനെ മനസ്സിന് ഇണങ്ങുന്ന കാഴ്ചകളും മനസ്സിന് കുളിരേകുന്ന കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്കങ്ങ് പോയാലോ? പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, കൃഷിയിടങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ കർണാടകത്തിലെ മൈസൂർ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബാവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നുണ്ട്. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇതാണ്. വാഡിയാർ രാജാക്കന്മാർ ആദ്യമായി 14-ാം നൂറ്റാണ്ടിലാണ് ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പല പ്രാവശ്യവും തകർക്കപ്പെട്ടിട്ടുണ്ട്, പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് കാണുന്ന ഈ കൊട്ടാരം 1897 ആരംഭിച്ചത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയും ചെയ്തു. എത്ര മനോഹരമാണ് ഈ കൊട്ടാരം കാണാനായിട്ട്. അതിൻ്റെ പുറത്തുള്ള പൂന്തോട്ടങ്ങൾ എത്ര മനോഹരമാണ്. ഇത് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ. ഇന്ന് പ്രതിവർഷത്തിൽ ഏകദേശം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ കൊട്ടാരം കാണാനും ആ മനസ്സിനിണങ്ങിയ കാഴ്ചകൾ കാണാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി. എല്ലാവരും മൈസൂർ പോകുക, കൊട്ടാരം കാണുക, അതുപോലെ തന്നെ നമ്മുടെ ചാമുണ്ഡി ക്ഷേത്രം കാണുക. ചാമുണ്ഡി മലയിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രവും നമ്മൾക്ക് മൈസൂർ പോകുമ്പോൾ കാണാവുന്നതാണ്. ക്ഷേത്ര കവാടത്തിന് അടുത്ത് തന്നെ മഹിഷാസുരൻ്റെ ഒരു ഭീമാകാരമായ ഒരു പ്രതിമയുമുണ്ട്. ഇതൊക്കെ കാണാൻ എന്ത് രസമാണ്. അങ്ങനെ ക്ഷേത്ര ദർശനവും കൊട്ടാരവും ഒക്കെ കണ്ട് എല്ലാവരും തിരിച്ചു വരിക.